ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLP സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ മധുബാല വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അർച്ചനയാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലാണ്. ആ പ്രശ്നങ്ങളെല്ലാം വിജയ് ശങ്കറും ജഗദീഷ് വക്കീലും അറിയുന്നുണ്ട്. ജെയ്ക്കയും അർച്ചനയും തമ്മിൽ അവിഹിത ബന്ധമെന്നാണ് അവരങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. വിജയ് ശങ്കർ ആണെങ്കിൽ അർച്ചനയെ പരിഹസിച്ചുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. നീയും അയാളും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് അർച്ചനയോട് അങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ അർച്ചനയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ ജഗദീഷ് വക്കീലിനും വിജയ് ശങ്കറിനും തക്ക മറുപടി കൊടുത്തുകൊണ്ട് അർച്ചന ദീപ്തിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ഒരു സ്ഥലത്ത് വെച്ച് അർച്ചനയും ദീപ്തിയും തമ്മിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. ദീപ്തി ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, അർച്ചനെ, നീ ഇങ്ങനെ ആരോടും ഇതിനെക്കുറിച്ച് പറയാതിരുന്നാൽ എല്ലാവരും നിന്നെ തെറ്റിദ്ധരിക്കില്ലേ? ഇത് നിനക്ക് പിന്നീട് ഒരു പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഈ ലോകം തന്നെ എന്നെ തെറ്റുകാരിയാക്കിയാലും മോളും എന്റെ കൂടപ്പിറപ്പുകളും ഒരിക്കലും എന്നെ തള്ളിപ്പറയില്ല, എന്നും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് അർച്ചന അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി പറയാണ്. ഇത് കേട്ട് ദീപ്തിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പിന്നീട് JK ചിന്നുവിന്റെ കയ്യിൽ കൊടുത്ത ടോക്കൺ അഡ്വാൻസ് ചിന്നു നേരെ വീട്ടിൽ കൊണ്ടുവന്ന് അനന്തന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതെന്താണെന്ന് ചിന്നുവിനോട് ചോദിക്കുന്ന സമയത്ത് ചിന്നു JK അങ്കിൾ തന്നതാണെന്ന് പറഞ്ഞ് അനന്തന് കൊടുക്കാനായി നിൽക്കുമ്പോൾ മഞ്ജു ചിന്നുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അർച്ചന ചേച്ചി അറിയാതെയാണ് ഇവൾ ഈ ടോക്കൺ അഡ്വാൻസ് വാങ്ങിയിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ ചേച്ചി ഇനിയിപ്പോൾ വേറെ ആരെടുത്തുന്നെങ്കിലും ടോക്കൺ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിലോ എന്ന് മഞ്ജു അങ്ങനെ ചോദിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ ചെയ്തത് അബദ്ധമായി പോയോ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.